ഹലോ ആസ്പിറൻസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ബാങ്കിങ്. നമുക്ക് വൊക്കാബുലറി ബിൽഡ് ചെയ്യാം, അതായത് നമ്മുടെ വിഷ്വലൈസേഷൻ ടെക്നിക് ഉപയോഗിച്ച് വൊക്കാബുലറി ബിൽഡ് ചെയ്താലോ, അതിന്റെ ഒരു സീരീസ് ആണ്. നമ്മളിന്ന് ഫസ്റ്റ് ക്ലാസ് ആണ്, പെട്ടെന്ന് നോക്കിയാലോ. സോ ആദ്യം നമ്മൾ കാണുന്നത്, പണ്ടൊക്കെ നമ്മൾ ഈ ചെറിയ ചൂലൊക്കെ വെച്ചിട്ടാണ് വീട് വൃത്തിയാക്കുന്നത്. അപ്പൊ എല്ലാ മുക്കും മൂലയും വൃത്തിയാക്കാൻ പറ്റിയെന്ന് വരില്ല, പലതും നമുക്ക് മിസ് ഔട്ട് ആവും. അപ്പൊ നമ്മൾ വാക്യൂം ക്ലീനറിലേക്ക് മാറി. അപ്പൊ മുക്കും മൂലയും ഒക്കെ വളരെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ടൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ നോക്കുന്ന വേർഡ് ഫാസ്റ്റീഡിയസ് ആണ്. ഫാസ്റ്റീഡിയസ് എന്ന വാക്കിന് നമുക്ക് ഫാസ്റ്റ് ആൻഡ് ടൈഡി എന്ന രണ്ട് വാക്കുകളുടെ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഫാസ്റ്റ് ആൻഡ് ടൈഡി എന്നുള്ള വാക്കുകളാണ്. സോ ഇവിടെ നമ്മൾ അപ്പൊ എന്ത് ചെയ്യണം, ഒരു വാക്യൂം ക്ലീനർ ആലോചിച്ചാൽ മതി. എക്സ്ട്രീംലി നീറ്റ് ആൻഡ് ടൈഡി എന്നാണ് ഫാസ്റ്റീഡിയസിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ടെനീഷ്യസ്. ടെനീഷ്യസ് എന്ന് വാക്കണം, 10 എന്ന വാക്കാണ് എനിക്ക് അതിൽ ആദ്യം കാണാൻ പറ്റുന്നത്. കണ്ടോ, ഈ 10 എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് എന്റെ 5-10 വിരലുകളാണ്. ഈ 10 വിരലുകൾ ഉപയോഗിച്ചാണ് ഞാൻ വടം വലിക്കുന്നത്. വടം വലിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒറ്റ ഒരു ഇതേ ഉള്ളൂ, വടം വിട്ടു കൊടുക്കാൻ പാടില്ല. നെവർ ലെറ്റ് ഗോ, അല്ലെ, നെവർ ലെറ്റിംഗ് ഗോ എന്നാണ് നമ്മൾ വടം വലി കൊണ്ട് വിട്ടു തരില്ലടാ എന്റെ വടമാണെന്ന് പറഞ്ഞ് നമ്മൾ വലിച്ചെടുക്കും. സോ ടെനീഷ്യസ് എന്ന വാക്ക് ആലോചിക്കുമ്പോൾ വടം വലി ആലോചിച്ചാൽ മതി. നെവർ ലെറ്റിംഗ് ഗോ എന്നാണ് എന്റെ മീനിങ്. ഇനി നമ്മൾ എഫീമെറൽ നോക്കുമ്പോൾ ഫസ്റ്റ് പി എന്നാണ്, ഈ വലുതും പി ചെറുതും. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ എപ്പിസോഡ്സ് കാണുമ്പോൾ, അല്ലെ. ഈ എപ്പിസോഡ്സ് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്, പി ആയി. പെട്ടെന്ന് നമുക്ക് ആലോചിക്കാം, നമ്മൾ ഫ്രണ്ട്സിന്റെ ഒക്കെ എപ്പിസോഡ് കാണുമ്പോൾ ഓരോ എപ്പിസോഡും വളരെ കുറച്ച് സമയങ്ങളുണ്ട്, 22 മിനിറ്റ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ വളരെ ഷോർട്ട് ആയിരിക്കും എപ്പിസോഡ്സ് എന്ന് പറഞ്ഞാൽ, വളരെ ഷോർട്ട് ആയിരിക്കും. സീസൺസ് ഒരുപാട് ഉണ്ടാവും, എപ്പിസോഡ്സ് വളരെ ചെറുതായിരിക്കും. സോ ലാസ്റ്റിംഗ് ഫോർ എ ഷോർട്ട് ടൈം എന്നാണ് എഫീമെറൽ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ എഫീമെറൽ കാണുമ്പോൾ എപ്പിസോഡ് ഓർക്കുക, എപ്പിസോഡ് ഭയങ്കര ഷോർട്ട് ആണ്. സോ വളരെ ഷോർട്ട് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എഫീമെറൽ എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം, ബെലിജറന്റ്. ബെലിജറന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ബോക്സിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരു ബെല്ലടിക്കും. ബോക്സിങ്ങിൽ ബെല്ലടിച്ച് നമ്മൾ ഇടിക്കണം എന്നാണ്, അല്ലെ. റെസ്ലിംഗിലൊക്കെ ഒരു ബെല്ലുണ്ട്. ബെല്ലിന്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈറ്റ് ചെയ്യുന്നത്. സോ അഗ്രസീവ് ആയിട്ട് റെഡി ടു ഫൈറ്റ് എന്നാണ് ബെലിജറന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അഗ്രസീവ് ആൻഡ് റെഡി ടു ഫൈറ്റ്. ബെല്ലടിക്കുന്ന ആലോചിച്ചാൽ മതി, ഒരു ഫൈറ്റിന് വേണ്ടിയിട്ട് ബെല്ലടിക്കുന്ന ആലോചിച്ചാൽ തന്നെ നമുക്ക് ബെലിജറന്റ് മീനിങ് കിട്ടും. അതിനകത്ത് തന്നെ ബെല്ല് കിടപ്പുണ്ട്, കണ്ടോ. ദെൻ വി ഹാവ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വേർഡ് ഇസ് ഒബ്ഫ്യൂസ്കേറ്റ്. ഒബ്ഫ്യൂസ്കേറ്റ് എന്ന് പറയുമ്പോൾ ഫോഗ് എന്നൊരു വാക്ക്, അതിനകത്ത് നമുക്ക് ഒബ്ഫ്യൂസ്കേറ്റ് ഫോഗ്, എഫ് വരുന്നില്ല. അപ്പൊ ഫോഗ് എന്നൊരു സാധനം, എഫ് ഉണ്ട്, ഓ ഉണ്ട്. അപ്പൊ ഫോഗ് എന്ന് വെച്ചാൽ നമുക്കൊന്നും കാണുമല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൂടെ എന്തെങ്കിലും കാണാൻ പറ്റുമോ? ചില സമയം ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്, എന്റെ കൂടെ നിന്ന് ഡ്രൈവ് ചെയ്യുന്ന ആൾ ഒന്നും കാണാൻ പറ്റുന്ന സ്ഥലത്ത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഓടിക്കും. പക്ഷെ എങ്ങനെ അല്ല, അപ്പൊ ചില സമയം നമുക്കൊന്നും ക്ലിയർ ആയിരിക്കില്ല. അപ്പം ഈ ഒരു വിൻഡോ സ്ക്രീൻ, നിങ്ങൾ വിൻഡോ ഒന്ന് ആലോചിച്ചാൽ മതി. ഫോഗി ആയിട്ടുള്ളൊരു സ്ഥലത്തൂടെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്കൊന്നും ക്ലിയർ അല്ല, നമുക്ക് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരിക്കും, റോഡൊന്നും കാണാൻ പറ്റാതെ. സോ ഒബ്ഫ്യൂസ്കേറ്റ് എന്ന് വെച്ചാൽ നോട്ട് ക്ലിയർ ആൻഡ് കൺഫ്യൂസിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ 5 വാക്കുകളാണ് പഠിച്ചത്. അടുത്ത 5 വാക്കുകളുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങൾക്ക് സീരീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത 5 വാക്കുകളുടെ അടുത്ത ദിവസം കാണാം. ബൈ, ടേക്ക് കെയർ.